അമ്മയുടെ പൂർണ്ണമായിട്ട് ഭരണസമിതി പൂർണ്ണമായും രാജിവെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ഒരു മൊറാലിറ്റി, അതായത് പൊതുവേ നമ്മളെ രാജ്യത്ത് ഒരു ഭരണസമിതിയിൽ കേന്ദ്രത്തിൽ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ആരോപണം നേരിട്ടാൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമൊക്കെ ആരോപിക്കപ്പെട്ടാൽ അവർ രാജിവെച്ചതോടെ തീരുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ വേറെ മാതൃകയാക്കുകയാണ്. ഭരണസമിതി മൊത്തം ഈ ഒരു ധാർമ്മിക പ്രശ്നത്തിൻ്റെ പേരിൽ രാജിവെക്കണം. അതാണ് ഞങ്ങളെടുത്ത തീരുമാനം. അത് യുനാനിമസ്ലി എല്ലാവരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്. അതിൽ ഒരു നിർബന്ധമോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ പ്രഷറോ അഡ്വൈസോ ഒന്നുമില്ല. പരസ്പര ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞൊരു ആശയം നമ്മൾ നടപ്പിൽ വരുത്തിയെന്നുള്ളൂ. ഇനി ഈ കമ്മിറ്റി തന്നെ, ഇപ്പോൾ പിരിച്ചുവിട്ട കമ്മിറ്റി തന്നെയാണ് അഡ്വോക്ക് കമ്മിറ്റിയായിട്ട് 2 മാസം തുടരുക. ആ അഡ്വോക്ക് കമ്മിറ്റി കാര്യങ്ങൾ, ഇപ്പം ഒരുപാട് ആൾക്ക് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്ക് അവശ്യ കലാകാരന്മാർക്ക് കൈനീട്ടം കൊടുക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്നു. ഇതൊക്കെ ഈ അഡ്വോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുക. ഇത് കഴിഞ്ഞ് അടുത്ത ജനറൽ ബോഡിയിലാണ് പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കുക. 2 മാസത്തിനകം വരുന്ന ഭരണസമിതിയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടെ ഉണ്ടാകും. അത് സ്ത്രീകൾ തീരുമാനിക്കേണ്ടതാണ്. നമുക്ക് സ്ത്രീകളെ പിടിച്ചു നിർത്തി മത്സരിക്കുമ്പോളെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ശക്തമായ സ്ഥാനാർത്ഥികൾ വരികയും അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം എന്നാണ് പറയുന്നത്. ഇല്ലില്ല, ഭിന്നതയൊന്നും ഉണ്ടായിട്ടില്ല. ഈ എലിയെ പിടിച്ച് ഇല്ലം ചുടുകയാണോ ചെയ്യേണ്ടിരുന്നത്? ഈ കമ്മിറ്റി തന്നെ കുറ്റക്കാരായ ആളുകൾ, ആരോപിത വിധേയർക്കെതിരെ നടപടിയൊക്കെ എടുത്ത് മാതൃകാപരമായ ശിക്ഷാ നടപടിയൊക്കെ കൈക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നില്ല വേണ്ടത്. മറിച്ച് ഈ കമ്മിറ്റി തന്നെ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഈ കമ്മിറ്റി എന്ന് ധരിക്കില്ലേ? അല്ല, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. രാജിവെച്ച് ഞങ്ങളാരും സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നില്ല, ഭരണസമിതിയിൽ നിന്നാണ് രാജിവെക്കുന്നത്. സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുമ്പോഴാണ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക, പേടിച്ചു പോവുക എന്ന് പറയാം. ഞങ്ങൾ അതേ സംഘടനയിൽ നിൽക്കുന്നു. നമ്മളെ ഈ കുറ്റാരോപിതരായ സമയത്ത് അവർ രാജിവെച്ചുന്ന പിന്നെ ശിക്ഷ കൊടുക്കുക. രാജിവെച്ച ഒരാളെ പുറത്താക്കാൻ പറ്റുമോ? അപ്പോൾ രാജിവെച്ചു, സ്വമേധയാ രാജിവെക്കുന്നില്ല, ഞങ്ങളിവിടെ പിടിച്ചു തൂങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും പിടിച്ച് പുറത്താക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അവർ സ്വമേധയാ ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറാണെന്ന് രാജിവെച്ചു, അവർ പോയി. അപ്പോൾ ഞങ്ങൾ ഈ സംഘടനയുടെ മെമ്പർഷിപ്പിൽ നിന്ന് രാജിവെച്ചിട്ട് പോകല്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യുന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പേഴ്സണലി. നമുക്ക് ഒരു സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുറത്തു പോയിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഭരണസമിതി പിരിച്ചു വിടുന്നു എന്ന് പറഞ്ഞാൽ ഭരണസമിതിയിലെ ആൾക്കാർ, പുതിയ ഭരണ നേതൃത്വം വരുന്നവരെ നമുക്കെന്തോ അർഹതയില്ല എന്നുള്ള സ്വയം തോന്നൽ വന്നു. അതാണ് അതിൻ്റെ ഒരു കൃത്യമായ. ഇത്തരമൊരു വിവാദം വന്ന ഘട്ടത്തിൽ താങ്കളുടെ രാജ്യസന്നദ്ധയെ അറിയിച്ചിരുന്നു? രഹസ്യമാണ്. അത്തരം രഹസ്യ ചോദ്യങ്ങളോ ചോദിക്കരുത്. അതായത് സംഘടനയിലുള്ളിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, ആരൊക്കെ രാജ്യസന്നദ്ധ അറിയിച്ചു, ആരൊക്കെ എല്ലാവരും രാജ്യസന്നദ്ധ അറിയിക്കുക ചെയ്തത്. ഇങ്ങനൊരു അഭിപ്രായം പൊന്തി വന്നപ്പോൾ തന്നെ എല്ലാവരും രാജ്യസന്നദ്ധയ്ക്ക് തയ്യാറായി. മോഹൻലാൽ വികാരാധീന എനിക്കറിയില്ല കേട്ടോ. നമുക്കൊക്കെ വികാരാധീനരായിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല രീതിയിലാണ് ഈ പുതിയ ഭരണസമിതി വന്നത്, അധികാരത്തിൽ വന്നത് തിരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്, അല്ലാതെ ഒരു പാനലിലൂടെ വന്നതല്ല. ഞാനൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും 4 സ്ത്രീ അംഗങ്ങൾ വളരെ സജീവമായിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ക്യാമ്പ് പലതും നടന്നിരുന്നു. അപ്പോൾ അത്തരം ആക്ടിവിറ്റികൾക്കൊക്കെ പെട്ടെന്ന് ഒരു തിരശ്ശീല വീണ പോലെയാണ്. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ആരെ രാജി? എൻ്റെ രാജിയെ കുറിച്ച് ചോദിക്കുക. എൻ്റെ രാജിയെക്കുറിച്ച് വിഷമമില്ലേ? അതായത് മോഹൻലാലിൻ്റെ രാജി അല്ല ഇതിൽ പ്രധാനം. മോഹൻലാൽ അങ്ങനെ ഞാൻ ഒരു ഭയങ്കര പ്രസിഡൻ്റാണ്, എൻ്റെ രാജിയാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നു എന്നുള്ള വിചാരമുള്ള ആളല്ല. യുനാനിമസ്ലി ഒരു അഭിപ്രായമാണ്. മോഹൻലാൽ ഞങ്ങളുമായിട്ടുള്ള ആൾ തന്നെയാണ് ഇതിൽ. ഒരിക്കലും ഞാൻ വലിയ ആളാണെന്നോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് ഞാൻ വലിയ ആളാണെന്നോ അങ്ങനെ കാണിക്കില്ല. അങ്ങനെ കാണിക്കാൻ വോട്ട് അനുവദിക്കുന്ന ആൾക്കാരും ഈ ഭരണസമിതിയിലില്ല. എല്ലാവരും ഈക്വലായിട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ തീരുമാനം ഈക്വലായിട്ടാണ് വന്നിട്ടുള്ളത്.